കുടുംബശ്രീ സമരം പരാജയപ്പെട്ടതിന് വീക്ഷണത്തോട് കാണിച്ചിട്ട് കാര്യമുണ്ടോ? ജനശ്രീക്കെതിരായിട്ട് അവർ സമരം തുടങ്ങിയത്. എന്നിട്ടെന്തായി? ഗവൺമെന്റ് നേരത്തെ എടുത്ത തീരുമാനങ്ങൾ അവരെ അറിയിച്ചു. അത് അവരുടെ വിജയമായിട്ട് ആണെങ്കിൽ നമുക്കൊരു വിരോധവുമില്ല. ഒരിക്കലും അങ്ങനൊരു നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുമുന്നണിയും സ്വീകരിക്കരുതാനും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അത് വിവിധ ഏജൻസികൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർക്കും കൊടുക്കാം, ഒരു വ്യക്തിക്ക് വരെ കൊടുക്കാം, അല്ലാതെ സംഘടന വേണമെന്നില്ല. കാരണം എൻജിഒമാർ വഴി നമ്മുടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അത് ഏറ്റവും കുറച്ചെടുക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. ഇത് മാറണം. കുടുംബശ്രീ യൂണിറ്റ് കൊടുത്താൽ കുടുംബശ്രീക്ക് കിട്ടും, ആര് കൊടുത്താലും കിട്ടും. പക്ഷേ പ്രോജക്റ്റ് അവരുടെ ആ വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കുടുംബശ്രീ കേരളത്തിന്റെ അഭിമാനമായ ഒരു പ്രസ്ഥാനമാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തിട്ടുള്ളത് UDF ഭരിക്കുമ്പോഴാണ്. ഇന്നിപ്പോൾ കുടുംബശ്രീയുടെ വക്താവായിട്ട് നിൽക്കുന്ന തോമസ് ഐസക് പറയണം, അദ്ദേഹം കൊടുത്ത ഫണ്ടിന് ഈ വർഷം കുടുംബശ്രീക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന തുക, നടപ്പ് വർഷം വെച്ചിരിക്കുന്ന തുക റെക്കോർഡ് തുകയാണ്. കുടുംബശ്രീയെ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുക, അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആശ്രയ പദ്ധതി കുടുംബശ്രീയെ ഏൽപ്പിച്ചത് UDF ഗവൺമെന്റാണ്. ആശ്രയ പദ്ധതി എന്ന് പറഞ്ഞാൽ UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയാണ്. കാരണം സമൂഹത്തിൽ ആരും നോക്കാനില്ലാത്ത, ആരെയും ആശ്രയിക്കാനില്ലാത്ത 2% ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് നല്ലൊരു പങ്ക് ആൾക്കാർക്ക് എന്താണ് അതിനു ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. റേഷൻ കാർഡില്ല അവർക്ക്. ഞാൻ അതുവരെ ധരിച്ചത്, ആദ്യം ഞാൻ മുഖ്യമന്ത്രിയായ സമയത്ത് ധരിച്ചത് ചില സമ്പന്ന കുടുംബങ്ങളിൽ റേഷൻ കാർഡ് ഇല്ലായിരിക്കുമെന്നാണ് ധരിച്ചത്. അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ പാവങ്ങളായിട്ടുള്ള പലരുടെ വീടുകളിലും റേഷൻ കാർഡില്ല. റേഷൻ കാർഡ് ഉണ്ടായാലും ആ പൈസ കൊടുത്ത് വാങ്ങാൻ അവർക്ക് കഴിവില്ല. 1 രൂപ അരിയായാലും 3 രൂപയുടെ അരിയായാലും ആ രൂപ കൊടുക്കാൻ അവരുടെ ഇല്ല. അല്ലെങ്കിൽ അത് പോയി വാങ്ങാനുള്ള ആളില്ല. ആ ഉത്തരവാദിത്വമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചത്. കുടുംബശ്രീ ഏറ്റവും മാതൃകാപരമായിട്ട് ആ കടമ നിർവഹിച്ചിട്ടുണ്ട്. കുടുംബശ്രീ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അതിനെ ദേശീയ തലത്തിൽ അതിന് അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പല ദേശീയ അടിസ്ഥാനത്തിൽ നേട്ടങ്ങളുള്ള പല കാര്യങ്ങളുണ്ട്. സാക്ഷരതയിൽ നമ്മൾ നേട്ടം നേടി. ഇന്ന് സ്റ്റുഡന്റ് പോലീസ് നമ്മുടെ ഒരു വലിയ അഭിമാനമായിട്ടുള്ള ഒരു സ്കീമാണ്. നമ്മൾ ഇപ്രാവശ്യം പ്രധാനമന്ത്രി വന്നപ്പോൾ സ്റ്റുഡന്റ് പോലീസിന്റെ കേഡറ്റ്സിനെ കാണാനുള്ള, അവർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള സൗകര്യമുണ്ടാക്കി. പ്രധാനമന്ത്രി തന്നെ അവരോട് ചോദിച്ച് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. നമ്മളത് ചെയ്യും. കുടുംബശ്രീ അതുപോലെ തന്നെ നമുക്ക് വലിയ നേട്ടമാണ്. നമ്മളിപ്പം ഏറ്റെടുക്കാൻ പോകുന്ന കാർഷിക രംഗത്തെ അതീവ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പച്ചക്കറി രംഗത്ത് സ്വയം പര്യാപ്തത, തരിശ് രഹിത കേരളം, അത് ആ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് കുടുംബശ്രീയാണ്. ഞാൻ 1 മാസം മുമ്പ് തന്നെ ബന്ധപ്പെട്ട എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി, ബന്ധപ്പെട്ട മന്ത്രിമാരെ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി കുടുംബശ്രീക്ക് ഇതിനുവേണ്ടി സ്ഥലം ലഭ്യമാക്കുന്ന പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണി ഉന്നയിച്ച കാര്യങ്ങൾ നേരത്തെ തന്നെ നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. ഇപ്പം ഭവനശ്രീ എന്ന് പറഞ്ഞൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു, വീടിന് വായ്പ കൊടുത്തത്. അത് മുഴുവൻ എഴുതി തള്ളണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. അതിന് നേരത്തെ തന്നെ തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇടതുമുന്നണി ഗവൺമെന്റ് ഇറക്കിയ ഒരു ഓർഡറുണ്ട്. ആ ഓർഡറാണ് ഇന്നും നിലനിൽക്കുന്നത്. അത് കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണ്. പക്ഷേ അതിന്റെ പോരായ്മകൾ ചില ഭാഗത്ത് നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കുടുംബശ്രീ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
NRLM പുരുഷന്മാർ കൂടിയുള്ളതാണ്. അപ്പം അതിൻ്റെ ചില പോരായ്മകൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ കുടുംബശ്രീ സ്ത്രീകൾ മാത്രമാണ്. NRLമില്ലാത്ത പുരുഷന്മാർക്കിടയും പ്രശ്നങ്ങളുണ്ട്. അവരുടെ പുനരുദ്ധാരണത്തിനും വേണ്ടിയിട്ടുള്ള സ്കീമുകളുണ്ട്. അപ്പോൾ അതുകൂടി കേന്ദ്രീകരിക്കണം എന്നീ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പുതിയൊരു ഓർഡർ ഇല്ല. പിന്നെ എന്തിനാ സമരം? LDFന്റെ കാലത്തെ ഓർഡറാണ് ഇന്ന് നിൽക്കുന്നത്. പക്ഷേ അതിന്റെ അപാകതകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും എന്നാലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുടുംബശ്രീയെ വീക്കൻ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാവില്ല. കുടുംബശ്രീ അങ്ങനെ ആരുടെയും സ്വന്തമല്ല. അത് ഈ സംസ്ഥാനത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് ദേശീയ തലത്തിൽ അതിന് അംഗീകാരം നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അവർക്ക് കൂടുതൽ പ്രസക്തിയും കൂടുതൽ പരിപാടികളും ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പം ഗവൺമെന്റിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള 2 പദ്ധതി ഞാൻ പറഞ്ഞത് ഈ ആശ്രയ പദ്ധതി, അത് നേരത്തെ തന്നെ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഭംഗിയായിട്ട് വന്നു. ആശ്രയ പദ്ധതിയിൽ ഇടതു മുന്നണിയുടെ 5 വർഷക്കാലം എത്ര പഞ്ചായത്ത് ആശ്രയ പദ്ധതി നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ മതി. വളരെ സ്ലോ പ്രോസസ് ആയിരുന്നു ആശ്രയ പദ്ധതിയുടെ കാര്യത്തിൽ ആ 5 വർഷക്കാലം. ഞങ്ങളിപ്പോൾ എല്ലായിടത്തും സാർവത്രികമാക്കി. ഇനിയിപ്പം പച്ചക്കറി സ്വയം പര്യാപ്തത, തരിശുരഹിത കേരളം, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി കുടുംബശ്രീ ആയിരിക്കും. അവർക്ക് ചെയ്യാൻ സാധിക്കും, അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നിരവധി സംഘടനകൾക്ക് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ക്യാൻസൽ ചെയ്യണമെന്ന്, ഒരു സംഘടനയുടെ ക്യാൻസൽ ചെയ്യണമെന്ന് പറയാൻ കാര്യം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുള്ള സംഘടനയ്ക്കും ഇതിനകത്ത് നിന്ന് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. പ്രോജക്റ്റ് ആര് കൊടുക്കുന്നോ അവർക്ക് അംഗീകാരം കിട്ടും. അതാണ് അവരുന്നയിച്ച കാര്യങ്ങൾ. ജനശ്രീക്കെതിരായിട്ടും ആ പ്രോജക്റ്റ് ജനശ്രീക്ക് കൊടുത്ത പ്രോജക്റ്റുകൾ ക്യാൻസൽ ചെയ്യണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. അത് അംഗീകരിക്കാതെ തന്നെ അവർ സമരത്തിൽ നിന്ന് പിന്മാറി. വളരെ സന്തോഷം. അവർ കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം ഉന്നയിച്ച പ്രശ്നങ്ങൾ എല്ലാം തന്നെ UDF ഗവൺമെന്റിന്റെ പോളിസിയും UDF ഗവൺമെന്റ് നടപ്പിലാക്കിയ കാര്യങ്ങളുമാണ്. നിങ്ങൾ ഓരോന്നെടുത്ത് നോക്കിക്കോ. ഭവനശ്രീ, അവർക്ക് കൊടുക്കുന്ന ലോണിന്റെ പലിശ എല്ലാം അത് തന്നെ. CPMന്റെ സമരം, അതിനകത്ത് എത്ര കുടുംബശ്രീയുടെ ആൾക്കാർ പങ്കെടുത്തത്? കുടുംബശ്രീയുടെ എത്ര പേരാണ് പങ്കെടുത്തത്? CPM വിചാരിച്ചാൽ ഇപ്പം അവരുടെ മഹിളാ ഫെഡറേഷന്റെ ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കത്തില്ലേ?